സംസ്ഥാനത്ത് ബാറുകൾ തുറക്കുകയാണ്. പഞ്ചനക്ഷത്ര ബാറുകൾ അടക്കം 96 ബാറുകളാണ് സംസ്ഥാനത്ത് തുറക്കുക. തെക്കൻ കേരളത്തിലെ വിവരങ്ങളുമായി സുനിൽ അരുമാനൂർ ചേർന്നുണ്ട്. സുനിൽ, അല്പസമയത്തിനകം ബാറുകളെല്ലാം തുറന്നു തുടങ്ങും. എങ്ങനെയാണ് വിവരങ്ങൾ? സൗമ്യ, സർക്കാരിൻ്റെ പുതിയ മദ്യനയത്തിൻ്റെ ഭാഗമായിട്ടാണ് സംസ്ഥാനത്ത് 3 സ്റ്റാർ 4 സ്റ്റാർ ബാറുകൾക്ക് ലൈസൻസ് നൽകിക്കൊണ്ട് ആ ബാറുകൾ തുറന്നു പ്രവർത്തിക്കുന്നത്. ഇന്നലെയാണ് ബാറുകൾ തുറന്നു പ്രവർത്തിക്കുന്നതിൻ്റെ ഉത്തരവ് വന്നത്. പക്ഷേ ഇന്നലെ ഡ്രൈ ഡേ ആയതുകൊണ്ട് ബാറുകളൊന്നും തന്നെ പുതുതായി തുറന്നിട്ടില്ലായിരുന്നു. പക്ഷേ ഇന്ന് ഇപ്പോൾ 11 മണിക്ക്, അതായത് ഇപ്പോൾ 11 മണി ആയിരിക്കുന്നു, ബാറുകളുടെ പ്രവർത്തന സമയം ആയിരിക്കുന്നു എന്ന് നമുക്ക് പറയാം. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകൾ കണക്കാക്കുമ്പോൾ ഏകദേശം 16 ബാറുകളാണ് ഇപ്പോൾ 2014 ജൂൺ 31 വരെ പ്രവർത്തിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ തുടർന്ന് പ്രവർത്തിക്കാനുള്ള ലൈസൻസ് നേടിയിരിക്കുന്നത്. ഇതിൽ തലസ്ഥാനത്ത് 11 ബാറുകൾ ആണ് തലസ്ഥാനത്ത് തുറന്നിരിക്കുന്നത്. 13 ബാറുകളാണ് ലൈസൻസിന് പുതുക്കുന്നതിന് വേണ്ടിയിട്ട് അപേക്ഷ നൽകിയത്. ഇതിൽ 11 ബാറുകൾക്ക് ലൈസൻസ് പുതുക്കി നൽകി. 2 ബാറുകൾക്ക് ചില സാങ്കേതിക തടസ്സങ്ങൾ, രേഖകൾ സമർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ചില സാങ്കേതിക തടസ്സങ്ങൾ കാരണമാണ് അത്തരത്തിൽ അവരുടെ ബാറുകൾ മാത്രം തുറക്കാത്ത ഒരു സാഹചര്യം വന്നിരിക്കുന്നത്. പത്തനംതിട്ട ജില്ലയിൽ ആണ് ബാറുകളുടെ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ്. പത്തനംതിട്ട ജില്ലയിൽ ബാറുകളൊന്നും തുറന്നു പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് പറയേണ്ടി വരുന്നത്. കൊല്ലം ജില്ലയിൽ 3 ബാറുകളും ആലപ്പുഴയിൽ 2 ബാറുകളും തുറന്നു പ്രവർത്തിക്കുന്നുണ്ട്. ഇതിനകത്ത് ബാറിൻ്റെ സമയവുമായി ബന്ധപ്പെട്ട് രാവിലെ 11 മണി മുതൽ 11 മണി വരെയാണ് സമയം ക്രമീകരിച്ചിട്ടുള്ളത്. സംസ്ഥാന സർക്കാർ ഈ ഒരു മദ്യനയത്തിൻ്റെ ഭാഗമായി പുതിയതായി ഈ ബാറുകൾ, അതായത് ബാറുകൾ തുറന്നെങ്കിൽ പോലും ഇതിനകത്ത് വരുന്ന ഒരു ബാറുകളിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതികരണം ആളുകളുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു എന്നുള്ളതാണ്. കാരണം ഇതിനകത്ത് ബാർ തുറന്നതിൻ്റെ ഒരു സന്തോഷം ഒരു ഭാഗത്ത് നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ആളുകൾ കൂടുതലായി ഇത്തരത്തിൽ ബാറുകളിലെത്തുന്നതുമായി ബന്ധപ്പെട്ടെങ്കിൽ പോലും ഇവർക്ക് മദ്യം ഉപയോഗം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള, അതുപോലെ തന്നെ ഇവർ ബോധവൽക്കരണ ക്ലാസുകൾ ഉൾപ്പെടെയുള്ളവ, അല്ലെങ്കിൽ ബോധവൽക്കരണം ഉൾപ്പെടെയുള്ളവ എക്സൈസിൻ്റെ ഭാഗത്ത് നിന്ന് നൽകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ രാവിലെ മുതൽ തന്നെ ബാറുകൾ തുറക്കുന്നറിഞ്ഞ് പുറത്ത് ആളുകൾ ഒരു കൂട്ടമായി തന്നെ നിൽപ്പുണ്ടായിരുന്നു. അവർ രാവിലെ തന്നെ ഇപ്പോൾ ഇവിടെ നമുക്ക് ഈ കൗണ്ടറുകളിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ള ദൃശ്യങ്ങൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് 11 ബാറുകളാണ് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നത്. 3 സ്റ്റാർ 4 സ്റ്റാർ. ഒരുപക്ഷെ സുനിൽ, നമുക്കറിയാം മദ്യവർജനം അതിലൂന്നിയുള്ള ഒരു നീക്കം, അത് ഒരുപക്ഷെ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക മേഖലയെ ബാധിക്കാത്ത രീതിയിൽ അത് കൈകാര്യം ചെയ്യുക എന്നതൊക്കെയാണ് ഈ പുതിയ മദ്യനയം കൊണ്ട് ലക്ഷ്യമിടുന്നത്. ഇതിന്റെ ഒരു പ്രതികരണം എങ്ങനെയാണ്? അവിടെ വരുന്ന ആളുകളിൽ നിന്നുള്ള ഒരു പ്രതികരണം എങ്ങനെയാണ്? ഒരു വലിയ അനിശ്ചിതത്വത്തിനൊടുവിൽ ഇന്ന് ചില ബാറുകൾ തുറക്കുകയാണ്. അതുകൊണ്ട് അതേതായാലും നമുക്ക് ആളുകളുടെ പ്രതികരണത്തിലേക്ക് പോകാം. ചേട്ടാ, ഇപ്പോൾ ഒരു സർക്കാരിന്റെ ഒരു തീരുമാനം എങ്ങനെയാണ്? ചില ആളുകൾ ഇതുപോലെ പ്രതികരിക്കാൻ മടി കാണിക്കുന്ന ആളുകളുണ്ടെങ്കിൽ പോലും അവരുടെ മുഖത്ത് അവരുടെ ഒരു സന്തോഷം നമുക്ക് കാണാൻ സാധിക്കും. കാരണം ഇത്തരത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിനകത്ത് ഒരുപാട് തൊഴിലാളികളുടെ തൊഴിലിനെ തന്നെ ഇത് സാരമായി ബാധിച്ചിരുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അത്തരത്തിൽ തൊഴിലാളികളുടെ തൊഴിൽ ബാധിക്കുന്നതോടൊപ്പം തന്നെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഈ തീരുമാനത്തെ നല്ല രീതിയിലാണ് കാണുന്നത്. കാര്യമെന്ന് വെച്ചാൽ പ്രത്യേകിച്ചായിട്ട് കുടിക്കാൻ സ്ഥലം അന്വേഷിക്കേണ്ട, കുപ്പി അന്വേഷിക്കേണ്ട, വെള്ളം അന്വേഷിക്കേണ്ട. ഹോട്ടലിൽ നിന്ന് കുടിച്ചാൽ പോലീസ് പിടിക്കും. അപ്പോൾ ഇതാകുമ്പോൾ കയ്യിലുള്ള കാശ് കൊടുത്ത് വാങ്ങിച്ച് കഴിച്ചിട്ട് പോകാം. മറ്റു തരത്തിലുള്ള ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകത്തില്ല, ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. സൗകര്യമായിട്ട് ഉള്ള കാശിന് വാങ്ങിച്ച് കഴിച്ചിട്ട് പോകാം. കഴിക്കുന്നവർ എല്ലാവരും കഴിക്കും, നിർത്തിയാലും ചെയ്യും, നിർത്തിയില്ലെങ്കിലും ശരി. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, കഴിക്കുന്ന ആളുകൾ എവിടെ മദ്യം ലഭിച്ചാലും അവർ കഴിക്കും എന്നുള്ളത് തന്നെയാണ് അവർ തന്നെ പറയുന്നത്. ഇപ്പോൾ അവർക്ക് ഇത്തരത്തിൽ അവരുടെ കാശിനനുസരിച്ച് കുടിക്കാൻ പറ്റുന്ന തരത്തിൽ ഇപ്പോൾ ബാറുകൾ തുറന്നതിലൂടെ അവർക്ക് സാധിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടി വരുന്നത്. ഇതിനകത്ത് ഒരു ഏതെങ്കിലും ഒരു തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നുള്ള എക്സൈസിൻ്റെ ഭാഗത്തു നിന്ന് കർശന നിരീക്ഷണമുണ്ട്. കാരണം കൃത്യമായ ലൈസൻസിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അനുസരിച്ചാണോ പ്രവർത്തിക്കുന്നത് എന്നുള്ള പരിശോധന ഉണ്ടാകും. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള മറ്റ് പ്രശ്നങ്ങളിലേക്ക് കടക്കുന്നുണ്ടോ, നിയമവിരുദ്ധമായിട്ടുള്ള ഏതെങ്കിലും പ്രശ്നങ്ങളിലേക്ക് കടക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളും ഒക്കെ ഇതിനകത്ത് വെളിപ്പെടും എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതനുസരിച്ചുള്ള കാര്യങ്ങൾ ഏത് തരത്തിലാണോ
ഇത് നടപ്പാക്കിയിട്ടുള്ളത്. അത് ശക്തമായ രീതിയിൽ നിയമപരമായി തന്നെ അത് എക്സൈസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് ഇതൊരു സാധാരണ ആളുകളായ പോലും അല്ലെങ്കിൽ എത്തരത്തിലുള്ള ആളുകളായാലും അവർക്ക് മദ്യം കഴിക്കുന്നവർ എത്രയായാലും അവർ മദ്യം കഴിക്കും എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിൽ അവരുടെ ഒരു ഇതുകൂടെ കണക്കിലെടുത്തുകൊണ്ട് തന്നെ ആയിരിക്കും അത്തരത്തിലേക്ക് ഒരു തീരുമാനം വരുമ്പോൾ അതിന് അനുയോജ്യമായിരിക്കും. ചേട്ടാ എങ്ങനെ കാണുന്നു? തീരുമാനം ഇത് തുടങ്ങിയാൽ ഞങ്ങളുടെ പൈസ കുറേ വീട്ടിൽ ചെല്ലും. ഇല്ലെങ്കിൽ ഞങ്ങൾ സിവിലിൽ പോയി സാധനം മേടിച്ചുകൊണ്ട് വന്നാലേ കാട്ടിൽ പോയിരിക്കണം. കാട്ടിൽ പോയി ഇരുന്നിട്ട് പോലീസുകാർ പിടിച്ച് പെട്ടി അടിക്കുന്നു, കുടിക്കാൻ സ്ഥലം. ഇതാപ്പം സ്വസ്ഥമായിട്ട് കുറച്ച് പൈസ പോകും. അപ്പം ഞാൻ ഒരു 60 മേടിച്ചു, എനിക്ക് 60 രൂപയായുള്ളൂ. മറ്റേ എത്ര രൂപ ആവും? അങ്ങനത്തെ ഒരു അഭിപ്രായം തന്നെയാണ് ചില ആളുകളുടെ ഭാഗത്ത് നിന്ന് വരുന്നത്. കാരണം അവരുടെ സാമ്പത്തികത്തിനനുസരിച്ച്. കാരണം അത് തന്നെയാണ് സർക്കാരും പറഞ്ഞത്. കാരണം മദ്യപിക്കുന്നു എന്ന് നോക്കുന്ന ആൾ, മദ്യപിക്കണം എന്നുള്ളവർ എവിടെയായാലും മദ്യം ലഭിക്കുന്ന സ്ഥലത്ത് പോയി മദ്യപിക്കും എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഇത് ലഭിക്കാതിരുന്ന ഒരു സാഹചര്യത്തിൽ കണക്കുകൾ ഇപ്പോൾ കഞ്ചാവായാലും അതുപോലെ തന്നെ മയക്കുമരുന്ന് തുടങ്ങിയവയൊക്കെ ഉപയോഗം വർദ്ധിച്ചു വരുന്ന ഒരു പശ്ചാത്തലം ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെ നമുക്ക് കണക്കുകളിൽ തന്നെ എക്സൈസ് പറഞ്ഞിരുന്നു. പക്ഷെ അത്തരം കാര്യങ്ങളൊക്കെ കുറഞ്ഞു വരാനുള്ള ഒരു സാധ്യത തന്നെയാണ് സർക്കാർ മുന്നിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ നിലവിൽ നിയമപരമായി പ്രവർത്തിച്ചിരുന്ന ബാറുകൾക്ക് മാത്രമാണ് തുറന്നു പ്രവർത്തിക്കാനുള്ള ലൈസൻസ് നൽകിയിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ്. മറ്റു ബാറുകൾക്ക് അത്തരത്തിൽ പ്രവർത്തിക്കാനുള്ള ലൈസൻസ് നൽകിയിട്ടില്ല. മറ്റൊരു കാര്യം, ഈ സംസ്ഥാന ദേശീയ പാതയോരത്ത് ഉള്ള പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. ഈ സംസ്ഥാന ദേശീയ പാതയോരത്തുള്ള ബാറുകളുടെ കാര്യത്തിൽ ഇതുവരെ സർക്കാർ തീരുമാനമൊന്നും എടുത്തിട്ടില്ല. മറ്റ് ബാറുകളുടെ കാര്യത്തിൽ മാത്രമാണ് അത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ്. ഈ സമയത്തിൻ്റെ കാര്യത്തിലും കൃത്യമായി സമയം രാവിലെ നേരത്തെ പ്രവർത്തിച്ചിരുന്ന സമയം മാറ്റിക്കൊണ്ട് അത് 11 എന്നുള്ള രീതിയിലേക്കാണ് സർക്കാർ മാറ്റിയിട്ടുള്ളത്. 11 മണി, രാവിലെ 11 മണി മുതൽ രാത്രി 11 മണി വരെ ആയിരിക്കും ബാറുകളുടെ പ്രവർത്തന സമയം എന്ന രീതിയിൽ തന്നെയാണ് അത് ക്രമീകരിച്ച് സർക്കാർ അതിൻ്റെ സംബന്ധിച്ച്. മറ്റൊരു കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യം ഒരിക്കൽ കൂടെ ആവർത്തിക്കേണ്ടി വരും. കാരണം എക്സൈസിൻ്റെ ഭാഗത്തു നിന്നുള്ള കൃത്യമായിട്ടുള്ള നിരീക്ഷണം, അത് പരിശോധന, അത് എല്ലാ ബാറുകളിലും ഉണ്ടാവും. കാരണം കൃത്യമായിട്ടുള്ള അളവ്, അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള നല്ല മദ്യമാണോ കൊടുക്കുന്നത്, അല്ലെങ്കിൽ ആളുകളെ കബളിപ്പിക്കുന്ന തരത്തിലേക്ക് പോകുന്നു എന്നുള്ള കാര്യങ്ങളിലൊക്കെ വ്യക്തമായിട്ടുള്ള പരിശോധന എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാകുമെന്നുള്ളത് എക്സൈസ് കമ്മീഷണർ തന്നെ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയതാണ്. അത്തരം കാര്യങ്ങൾ കൃത്യമായി നടക്കും. ഏതായാലും നമുക്ക് ഇവിടുത്തെ ഒരു തിരക്ക്, വലിയ രീതിയിലുള്ള തിരക്ക് തന്നെയാണ് ഇപ്പോൾ നമുക്ക് തുറന്ന സമയത്ത് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ മെഡിക്കൽ കോളേജിൻ്റെ പരിസരത്തുള്ള റുബിയുടെ ഒരു ബാറിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു ഇതേപോലെ തന്നെ തലസ്ഥാനത്തുള്ള മറ്റു ബാറുകളിലും ഇത്തരത്തിലുള്ള ഒരു തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഇതൊരു ബാർ തുറന്നു കൊടുക്കുന്ന ഒരു സമീപനത്തോടൊപ്പം തന്നെ മദ്യപിക്കുന്നവരുടെ എണ്ണം കുറച്ച് കൊണ്ടുവരാൻ അതിനുവേണ്ട ബോധവൽക്കരണ പ്രവർത്തനം അത് ആരോഗ്യവകുപ്പിൻ്റെ നേതൃത്വത്തിലും എക്സൈസ് വകുപ്പിൻ്റെ നേതൃത്വത്തിലുമൊക്കെ സുനിൽ മനൂരാണ് വിവരങ്ങൾ നൽകിയത്. ബാറുകളൊക്കെ ഇന്നിപ്പോൾ തുറക്കുകയാണ്. 96 ബാറുകളാണ് ഇന്ന് തുറക്കുന്നത്. ലൈസൻസ് പുതുക്കി നൽകിയത് പഞ്ചനക്ഷത്ര ബാറുകൾ ഉൾപ്പെടെ 96 ബാറുകളാണ് ഇന്ന് തുറക്കുന്നത്. മലബാർ മേഖലയിൽ നിന്നുള്ള വിവരങ്ങളുമായി ലതീഷ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ലതീഷ്, എത്ര ബാറുകളാണ് മലബാർ മേഖലകളിൽ തുറന്നിരിക്കുന്നത്? എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? സൗമ്യ, മലബാർ മേഖലയിൽ 25 ബാറുകളാണ് 5 ജില്ലകളിലായി ഇപ്പോൾ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. എന്നാൽ കാര്യമായ തിരക്കൊന്നും തന്നെ ഈ ബാറുകളിൽ ഇല്ല എന്നാണ് നമുക്ക് ഇതുവരെ കിട്ടുന്ന വിവരം. കോഴിക്കോട് ജില്ലയിൽ 5 ബാറുകൾക്കാണ് പുതുതായി അനുമതി ലഭിച്ചത്. ഈ 5 ഇടങ്ങളിലും ഇതുവരെ മദ്യം വിളമ്പി തുടങ്ങിയിട്ടില്ല. കാരണം ബീവറേജ് ഗോഡൌണിൽ നിന്ന് മദ്യം എത്താൻ 12 മണി കഴിയുമെന്നാണ് നമുക്ക് ബാർ ഉടമകളുമായി ബന്ധപ്പെട്ടപ്പോൾ നമുക്ക് ലഭിച്ച വിവരം. അപ്പൊ 12 മണിക്ക് ശേഷം മാത്രമായിരിക്കും മദ്യം ബാറുകളിലേക്ക് എത്തി തുടങ്ങുക. അതിനുശേഷം മാത്രമേ മദ്യം വിളമ്പാൻ കഴിയുകയുള്ളൂ. അതുവരെ നിലവിലുണ്ടായിരുന്ന ഈ 5 സ്ഥലങ്ങളിലും ബീറും വൈനും നേരത്തെ തന്നെ ലഭ്യമായിരുന്നു. അത്തരത്തിൽ ബീറും വൈനും ലഭ്യമാക്കാനുള്ള നടപടികളാണ് ഇപ്പോൾ ഇവിടങ്ങളിൽ നടക്കുന്നത്. കാര്യമായ തിരക്കില്ല. ഒന്നാമത് അവധി ദിനമാണ് ഇന്ന്. അതുകൊണ്ട് തന്നെ ഉച്ച കഴിഞ്ഞ് കാര്യമായ ഒരു തിരക്ക് ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ബാർ ഉടമകളും ഉള്ളത്. വയനാട് 2, കണ്ണൂർ 8, മലപ്പുറത്ത് 4, കോഴിക്കോട് 5, പാലക്കാട് 6 എന്നിങ്ങനെയാണ് 5 ജില്ലകളിലായി 25 ബാറുകൾ ഇന്നു മുതൽ തുറന്ന് പ്രവർത്തനം ആരംഭിക്കുന്നത്. കാസർഗോഡ് ജില്ലയിൽ മാത്രമാണ് പുതിയ ബാറുകൾക്ക് അനുമതി ലഭിക്കാത്തത്. മറ്റു ജില്ലകളിൽ തുറന്ന് പ്രവർത്തനം ആരംഭിക്കുന്ന ബാറുകൾക്കൊപ്പം ചില ജില്ലകളിലെങ്കിലും ചില അപേക്ഷകൾ പെൻഡിംഗ് ഉണ്ട്. അവിടെ എക്സൈസ് വകുപ്പിന്റെ പരിശോധനയ്ക്ക് ശേഷം
മതിയായ സൗകര്യമുണ്ട് എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം അനുമതി നൽകാൻ ആവശ്യമായ നടപടികൾ ഉണ്ടാകുമെന്നാണ് എക്സൈസ് അധികൃതരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും പുതിയ മദ്യനയം അനുസരിച്ച് പുതിയ ബാറുകൾ തുറക്കുന്ന സാഹചര്യത്തിൽ എക്സൈസ് വകുപ്പിന്റെ കർശന പരിശോധനയും പുതുതായി തുറക്കപ്പെടുന്ന ബാറുകളുടെ മേലുണ്ടാകും. സൗമ്യ, ലതീഷാണ് മലബാർ മേഖലയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. മധ്യമേഖലയിൽ നിന്നുള്ള വിവരങ്ങളുമായി സിബി കൊച്ചിയിൽ നിന്നും ചേർന്നുണ്ട്. സിബി, എത്ര ബാറുകളാണ് ഈ മേഖലയിലൊക്കെ തുറക്കുക? ഇന്നിപ്പോൾ 11 മണിക്ക് തുറക്കുമെന്നാണ് അറിയിച്ചിരുന്നത്. ബാറുകളൊക്കെ തുറന്നിട്ടുണ്ടോ? വലിയ തിരക്കാണോ അവിടെ അനുഭവപ്പെടുന്നത്? സൗമ്യ, തീർച്ചയായും രാവിലെ 11 മണിയോടെ തന്നെ ബാറുകൾ തുറന്നു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഇങ്ങോട്ടേക്ക് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ 11 മണി ആയതിനാൽ വലിയൊരു തിരക്ക് ഉണ്ടാകില്ല. ഇനിയും വരും മണിക്കൂറുകളിൽ തിരക്ക് അനുഭവപ്പെടുക തന്നെ ചെയ്യും. എന്തായാലും ഇന്ന് കൊച്ചിയെ സംബന്ധിച്ച് 20 ബാറുകളാണ് ഇന്ന് തുറക്കുന്നത്. നമുക്ക് ഇവിടെ കാണുന്നത് പോലെ തന്നെ നമുക്കറിയാം, ഗ്ലാസുകളും അതോടൊപ്പം തന്നെ ഇതിൻ്റെ അളവ് സംഭവം എല്ലാം തന്നെയും റെഡി ആയിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും തന്നെ റെഡിയാക്കി ഇവിടെ ഒതുക്കിയിരിക്കുകയാണ്. ഇപ്പോൾ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ 11 മണിക്ക് ഈ കൊച്ചിയിലെ 20 ബാറുകളാണ് കൊച്ചിയിൽ തുറന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ മറ്റ് മധ്യ കേരളത്തിൽ മൊത്തത്തിലായി ഏകദേശം ഒരു 30-ന് മുകളിൽ തുറക്കുകയും ചെയ്യും. ഈ തരത്തിലാണ് കാര്യം. ഇത് ഇന്ന് എല്ലാ സജ്ജീകരണവും റെഡിയായി ഇപ്പോൾ ഇവിടെ ഇങ്ങോട്ട് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. എന്തായാലും LDF സർക്കാരിൻ്റെ പുതിയ മദ്യനയം അനുസരിച്ച് 3 സ്റ്റാറിന് മുകളിലുള്ള എല്ലാ ബാറുകളുമാണ് ഇന്ന് മുതൽ തുറക്കുന്നത്. മാത്രമല്ല നിരവധി നിയമങ്ങളുടെ ഒരു അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ പുതിയ മദ്യനയം നിലവിൽ വന്നതെന്ന് നമുക്കറിയാൻ കഴിയും. കൊച്ചിയെ സംബന്ധിച്ച് ടൂറിസം മേഖലയും എല്ലാം ലക്ഷ്യമിട്ടുകൊണ്ട് ടൂറിസം മേഖലയിൽ വലിയൊരു മാന്ദ്യം തന്നെ ഇത് പ്രകാരം സംഭവിച്ചിരുന്നു. ഈ കൊച്ചിയിൽ വലിയ അന്താരാഷ്ട്ര മീറ്റുകളും അതോടൊപ്പം തന്നെ ബിസിനസ് മീറ്റുകളും എല്ലാം മാറിപ്പോകുന്നൊരവസ്ഥയിലേക്ക് വന്നിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയായിരുന്നു പുതിയ മദ്യനയം നിലവിലേക്ക് വരുന്നൊരു സ്ഥിതിവിശേഷമുണ്ടായത്. ഇത് പ്രകാരം രാവിലെ 11 മുതൽ രാത്രി 11 വരെ എന്ന രീതിയിൽ സമയം പുനഃക്രമീകരിച്ചുകൊണ്ട് നേരത്തെ രാവിലെ 9 മുതൽ രാത്രി 10 വരെയായിരുന്നു. മാത്രമല്ല, മദ്യം നൽകുന്ന ആൾക്ക് പ്രായപരിധി 21 വയസ്സിൽ നിന്നും 23 വയസ്സായി ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് പുതിയ മദ്യനയം. നിരവധി പ്രിക്കോഷൻസ് പ്രതിയാണ്. നമുക്ക് ഇവിടെ തന്നെ ചോദിക്കാം, ചേട്ടാ, എങ്ങനെയുണ്ട് പുതിയ മദ്യനയത്തോട് ബാറുകൾ തുറന്നിട്ടുണ്ട്? 2014 ശേഷമാണ് ഇപ്പോൾ ബാർ തുറക്കുന്നത്. എന്താണ് പറയാനുള്ളത്? ബാറ് തുറക്കുന്നത് മദ്യം ശരീരത്തിന് ഹാനികരമാണ്. പക്ഷേ കുറച്ച് മദ്യവിരോധികളുടെ പേരിൽ, അതും ലോകത്തെങ്ങും നടപ്പാക്കാൻ പറ്റാത്തൊരു ഇതാണ് മദ്യനിരോധനം എന്ന് പറഞ്ഞാൽ. മദ്യം നിരോധിച്ചു കഴിഞ്ഞാൽ അതിന് ബ്ലാക്കിലായിട്ട് മദ്യം കിട്ടും, അനധികൃത മദ്യനിർമ്മാണമൊക്കെ ഉണ്ടാകും. അപ്പോൾ ഗവൺമെൻറ്, അതായത് ജനങ്ങൾക്ക് ടാക്സ് ലഭിച്ച് നല്ല മദ്യം ബാറുകളിൽ സപ്ലൈ ചെയ്യുന്നതിന് ഞാൻ അനുകൂലിക്കുകയാണ്. അതുപോലെ കേരളത്തിലെ ടൂറിസം രംഗത്ത് വളരെ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. ടൂറിസം രംഗമായിട്ട് ഓട്ടോ ഓടുന്ന ഒരാളെന്ന നിലയ്ക്ക് ഈ കേരളത്തിലെ ടൂറിസം പോണ്ടിച്ചേരി, ഗോവ, ശ്രീലങ്ക എന്ന സൈഡിലോട്ട് പോയിട്ടുണ്ട്. ഈ ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ള ഗോവയിലും ഇവിടെ ഒന്നും വർത്തിക്കാനിൽ വരെ നിരോധിക്കാത്ത മദ്യനിരോധനം ഇവിടെ വേണമെന്ന് ഈ ബിഷപ്പുമാർ ബലം പിടിക്കുന്നതിന് യാതൊരു അർത്ഥവുമില്ല. പിന്നെ ബാറിലെ അസംഖ്യം തൊഴിലാളികൾ, ഈ കേരളത്തിൽ ഇത്രയും അഭ്യസ്തവിദ്യരായ തൊഴിലാളികൾ വരുന്നുണ്ട്. അവർ വിദ്യാഭ്യാസമുള്ള പലരും ഈ ഇന്ന് ജോലി കിട്ടാത്ത അവസ്ഥയിൽ ഉള്ള ജോലിയും കൂടി ഇല്ലാണ്ടാക്കുന്നതിനോട് ഉള്ള ഒരു താല്പര്യക്കുറവുണ്ടായിരുന്നു. ബാർ തുറന്നത് നല്ല രീതിയിൽ കൊണ്ടുപോകണം എന്നാണ് എൻ്റെ ആഗ്രഹം. ശരിക്കും പറഞ്ഞാൽ ഈ സർക്കാർ ചെയ്തൊരു നല്ല കാര്യമെന്ന് ഞാൻ പറയുള്ളൂ. കാരണം ഞാൻ പറഞ്ഞ പോലെ ഈ വൈകുന്നേരങ്ങളിൽ ഒരു പെഗ് കഴിച്ച് വീട്ടിൽ പോകുന്ന ആൾക്കാരുണ്ട്. ഈ പണി കഴിഞ്ഞ് വരുന്നവൻ പോയി ബീവറേജിൽ ക്യൂ നിന്നിട്ട് 2 മണിക്കൂർ കഴിയുമ്പോൾ ആയിരിക്കും ചിലപ്പോൾ ക്യൂവിലെത്തണത്. അവിടെ എത്തിക്കഴിയുമ്പോഴോ ഈ 120 രൂപ മേടിക്കുന്ന ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ ഉണ്ടാവില്ല അവിടെ. എന്താ ചെയ്യണം? അപ്പം പൈൻറ്റ് മേടിക്കും. അപ്പം ചിലവ് കൂടുതലാണ്. അത് അന്ന് തന്നെ കുടിച്ചാൽ തീരും. അപ്പോൾ ഇതിനെ ബാർ തുറക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പണി കഴിഞ്ഞ് പോകുന്നവർ നേരെ ബാറിൽ വന്ന് ഒരു പെഗോ 1.5 പെഗോ കഴിച്ച് അവർ കുടുംബത്തിലോട്ട് പോകും. അപ്പം എങ്ങനെ നോക്കുമ്പോൾ അവർക്ക് ലാഭമാണ്. ഈ സർക്കാർ ചെയ്തത് നല്ല കാര്യമെന്ന് ഞാൻ പറയും. എന്നാണ് പറയുന്നത്. മാത്രമല്ല, നമ്മുടെ സർക്കാരിൻ്റെ നയം തന്നെ മദ്യവർജനമാണ് പടിയപടിയായുള്ള. ആ രീതിയിൽ തന്നെയാണ് നമ്മൾ എല്ലാ ആ സംഘത്തിന്റെ പ്രത്യേകമായ പരിശോധനയ്ക്ക് ശേഷമാണ് ഇത്തരത്തിലുള്ള 3 സ്റ്റാർ ബാറുകൾ തുറന്നിരിക്കുന്നത്. ഈ
ഇപ്പോൾ ഏകദേശം ആലപ്പുഴയിൽ 2 ബാറുകൾക്ക് തനി അപേക്ഷ നൽകിയിട്ടുണ്ട്. എന്നാൽ ഇന്ന് തുറക്കുന്നില്ല. എന്നാൽ കോട്ടയത്താണെങ്കിൽ 6 ബാറുകൾ തുറക്കുന്നു, തൃശ്ശൂർ 9 ബാറുകൾ തുറക്കുന്നു. ഇത്തരത്തിൽ ഇന്നിപ്പോൾ രാവിലെ മുതൽ തന്നെ കൗണ്ടറിലേക്ക് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും പൊതുജനങ്ങൾ പൊതുവെ ഒരു സ്വാഗതാർഹമായ ഒരു കാര്യമാണ്. എല്ലാവരും കുടിപ്പിക്കുക എന്നുള്ളതല്ല, ഒരു മദ്യവർജനം പതിയെ മദ്യവർജനത്തിലൂടെ ഈ കാര്യം ഈ UDF സർക്കാരിൻ്റെ വികലമായ മദ്യനയത്തിനെതിരായ ഒരു പ്രതിഷേധം കൂടിയാണ് ഇന്നത്തെ ഈ ഒരു നമ്മുടെ പൊതുജനങ്ങളുടെ ഇടയിൽ നിന്നുള്ള അഭിപ്രായം കൊണ്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. സൗമ്യ CB ആണ് മധ്യകേരളത്തിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. ബാറുകൾ സംസ്ഥാന സർക്കാരിൻ്റെ മദ്യനയത്തിൻ്റെ പശ്ചാത്തലത്തിൽ ബാറുകൾ തുറന്നിട്ടുണ്ട്. 5 സ്റ്റാർ അടക്കമുള്ള 96 ബാറുകളാണ് തുറന്നിട്ടുള്ളത്. പശു ഇറച്ചി വാഹനത്തിൽ കടത്തിയെന്ന് ആരോപിച്ച് ജാർഖണ്ഡിൽ ഒരാളെ അടിച്ചു കൊന്ന സംഭവത്തിൽ BJP നേതാവ് ഉൾപ്പെടെ 3 പേർ അറസ്റ്റിൽ. രാംഗഡിലെ BJP മീഡിയ സെല്ലിലെ നിത്യാനന്ദ് മഹത്തോയാണ് അറസ്റ്റിലായത്. ഇതിനിടെ നേരത്തെയും ജനക്കൂട്ടം ആടുകളെ അടിച്ചു കൊലപ്പെടുത്തിയിട്ടുണ്ടെന്നും അന്നൊന്നും ആരും അത് ചോദ്യം ചെയ്തിട്ടില്ലെന്നും BJP ദേശീയ അധ്യക്ഷൻ അമിത്ഷാ പനാജിയിൽ പറഞ്ഞു. വിവരങ്ങളുമായി സന്തോഷ് ചേർന്നുണ്ട്. സന്തോഷ്, വിവരങ്ങൾ. സൗമ്യ, ഇക്കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ജാർഖണ്ഡിൽ മുഹമ്മദ് അലിമുദ്ദീൻ എന്നയാളെ ബീഫ് കൈവശം വെച്ചു എന്നാരോപിച്ച് ജനക്കൂട്ടം തല്ലിക്കൊന്നത്. വാഹനത്തിൽ ബീഫുണ്ട് എന്ന് കുറ്റപ്പെടുത്തുകയും വാഹനത്തിൽ നിന്ന് വലിച്ചിറക്കിയതിന് ശേഷം മർദ്ദിച്ച് കൊലപ്പെടുത്തുകയും പിന്നീട് വാഹനത്തിന് തീയിടുകയും ചെയ്യുകയായിരുന്നു. ഈ സംഭവത്തിലാണിപ്പോൾ 3 പേർ അറസ്റ്റിലായിരിക്കുന്നത്. ഇതിൽ പ്രമുഖനായ ഒരു BJP നേതാവുമുണ്ട്. രാംഗഡിലെ BJPയുടെ മീഡിയ സെല്ലിന്റെ ചുമതലക്കാരനായ ഒരാൾ ഉൾപ്പെടെയാണ് 3 പേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. നിത്യാനന്ദ് മഹതോ എന്ന പേരിലുള്ള രാംഗഡിലെ BJPയുടെ മീഡിയ സെല്ലിന്റെ ചുമതലക്കാരനാണ് അറസ്റ്റിലായ ഈ പ്രമുഖ നേതാവ്. ഇതുകൂടാതെ 2 പേരെ കൂടി ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ഒരാൾ പോലീസ് സ്റ്റേഷനിലെത്തി ഹാജരാവുകയും ചെയ്യുകയായിരുന്നു. നേരത്തെയും ഈ BJP നേതാവിനെതിരെ സമാന സംഭവങ്ങളിൽ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ നേരിട്ടിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്നാൽ BJP നേതൃത്വം ഇത് സംബന്ധിച്ച ആരോപണങ്ങൾ നിഷേധിച്ചിട്ടുണ്ട്. സംഭവം നടന്നതിന് ശേഷമാണ് കാര്യം അറിയുന്നതിനാണ് നിത്യാനന്ദ് മഹതോ സംഭവ സ്ഥലത്ത് എത്തിച്ചേർന്നത് എന്നാണ് BJPയുടെ നേതൃത്വം ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ഏതായാലും നേരത്തെ തന്നെ BJP നേതൃത്വത്തിന്റെ പിന്തുണയോടുകൂടിയാണ് ഇത്തരത്തിൽ ഈ ജാർഖണ്ഡിലെ രാംഗഡിൽ ഈ സംഭവം നടന്നത് എന്നുള്ള ആരോപണമുണ്ടായിരുന്നു. ഈ സംഭവങ്ങളിൽ പങ്കാളിത്തമില്ല എന്ന് പറഞ്ഞ് BJP നേതൃത്വം കൈയൊഴിയുമ്പോഴും BJPയുടെ ഒരു പ്രാദേശിക തലത്തിൽ വളരെ പ്രമുഖനായ ഒരു നേതാവിനെ ഈ സംഭവത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്തത് അല്ലെങ്കിൽ അറസ്റ്റിലായത് ഇത്തരത്തിലുള്ള ജനക്കൂട്ടം ബീഫിന്റെ പേരിൽ ആളുകളെ മർദ്ദിച്ചു കൊല്ലുന്ന സംഭവത്തിൽ BJPക്കുള്ള വളരെ കൃത്യമായ പങ്കാളിത്തം തന്നെയാണ് ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ അറസ്റ്റ് കൊണ്ട് വ്യക്തമാകുന്നത്. അതേസമയം തന്നെയാണ് ഗോവയിലെ പനാജിയിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ഇത്തരത്തിൽ ജനക്കൂട്ടം ആളുകളെ അടിച്ചുകൊല്ലുന്ന സംഭവത്തെ ന്യായീകരിച്ചുകൊണ്ട് BJP അധ്യക്ഷൻ അമിത്ഷായുടെ ഭാഗത്ത് നിന്നും പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. നേരത്തെയും ഇത്തരത്തിലുള്ള BJP അധികാരത്തിൽ എത്തുന്നതിന് മുൻപും സമാനമായ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. ജനക്കൂട്ടം ആളുകളെ അടിച്ചുകൊല്ലുന്നത് പുതിയ സംഭവമല്ല എന്നുള്ള തരത്തിലാണ് BJP അധ്യക്ഷൻ അമിത്ഷായുടെ ഭാഗത്ത് നിന്നും പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ BJP സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നതിന് അടിസ്ഥാനമില്ലെന്നും അമിത്ഷാ ചൂണ്ടിക്കാട്ടുന്നു. അതിന് നേരത്തെ ദില്ലിക്കടുത്ത ഉത്തർപ്രദേശിൽ മുഹമ്മദ് അഗ്ലാഖ് എന്നയാളെ കൊന്ന സമയത്ത് അന്ന് സമാജ്വാദി പാർട്ടി സർക്കാരായിരുന്നു ഉത്തർപ്രദേശ് സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ആ സമയത്തും ആരോപണം BJPക്കും കേന്ദ്ര സർക്കാരിനും എതിരെയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ജനക്കൂട്ടം ആളുകളെ അടിച്ചുകൊള്ളുന്ന സംഭവം ആദ്യത്തെ സംഭവമല്ല എന്നുള്ള അമിത്ഷായുടെ പ്രതികരണം ഏറെ ഗൗരവമുള്ളത് തന്നെയാണ്. ഇത്തരത്തിലുള്ള സംഭവത്തെ ലഘൂകരിക്കുന്നതും അതിനെ ന്യായീകരിക്കുന്ന ഒരു പ്രതികരണവുമാണ് BJP ദേശീയ അധ്യക്ഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഈ സമാനമായ 2 സംഭവങ്ങൾ, അതായത് ഒന്ന് BJP നേതാവിന്റെ അറസ്റ്റ് ജാർഖണ്ഡിൽ ഉണ്ടാകുന്നു, അതേസമയം തന്നെ ഈ സംഭവങ്ങളെ ന്യായീകരിച്ചുകൊണ്ട് BJP അധ്യക്ഷന്റെ ഭാഗത്തുനിന്നുള്ള പ്രതികരണം ഉണ്ടാകുന്നു. ഏറെ ഗൗരവമുള്ള ഒരു വിഷയമായി തന്നെയാണ് ഇതിപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത്. സൗമ്യ, സന്തോഷാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. കൊച്ചിയിൽ പീഡനത്തിനിരയായ നടിയുടെ പേര് വെളിപ്പെടുത്തിയതിന് തിരക്കഥാകൃത്ത് SN സ്വാമിക്കെതിരെ കേസെടുത്തു. കളമശ്ശേരി സ്വദേശി ഗിരീഷ് ബാബു സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയ പരാതിയിലാണ് നടപടി. കളമശ്ശേരി പോലീസാണ് കേസെടുത്തത്. ഒരു ചാനൽ ചർച്ചയ്ക്കിടെ SN സ്വാമി നടിയുടെ പേര് വെളിപ്പെടുത്തിയെന്നതാണ് പരാതി. വിവരങ്ങളുമായി സാലിഹ് മുഹമ്മദ് ചേർന്നുണ്ട്. സാലിഹ്, വിശദാംശങ്ങൾ. ഗിരീഷ് ബാബു എന്നയാൾ നൽകിയ പരാതിയിലാണ് കളമശ്ശേരി പോലീസ് SN സ്വാമിക്കെതിരെ ഇപ്പോൾ FIR ഇട്ടിരിക്കുന്നത്.
പീഡനത്തിന് ഇരയായ നടിയുടെ പേര് ചാനൽ ചർച്ചയ്ക്കിടയിൽ പരസ്യമായി പറഞ്ഞു എന്നുള്ളതാണ് കേസ്. ഇന്ത്യൻ ശിക്ഷാ നിയമം 228A പ്രകാരം ലൈംഗിക പീഡനത്തിന് ഇരയാവുന്ന ഇരകളുടെ പേര് വെളിപ്പെടുത്തുന്നതോ അത് മാധ്യമങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതോ കുറ്റകരമാണ്. കഴിഞ്ഞ 26-ന് രാവിലെ 11-ന് ഒരു സ്വകാര്യ ചാനലിന്റെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കവേ 2 പ്രാവശ്യം എസ് എൻ സ്വാമി ഇരയുടെ പേര്, അതായത് പീഡനത്തിനിരയായ നടിയുടെ പേര് പറഞ്ഞതായി പരാതിയിൽ പറയുന്നു. ആരോപണ വിധേയനായ പ്രമുഖ നടനെ പിന്തുണച്ചുകൊണ്ടായിരുന്നു സ്വാമി എന്ന ചാനൽ ചർച്ചയിൽ പങ്കെടുത്തത്. അതുകൊണ്ട് തന്നെ ബോധപൂർവ്വം നടിയെ അപമാനിക്കുകയായിരുന്നു എസ് എൻ സ്വാമിയുടെ ലക്ഷ്യമെന്നാണ് പരാതിയിലെ ആരോപണം. ഏതായാലും ഇന്നലെ കളമശ്ശേരി പോലീസ് പരാതിക്കാരന്റെ മൊഴി രേഖപ്പെടുത്തി. അതിനെ തുടർന്നാണ് കേസെടുത്തിരിക്കുന്നത്. ഒപ്പം തന്നെ യുവനടൻ അജു വർഗീസിനെതിരെ മറ്റൊരു പരാതിയും ഇതേ പരാതിക്കാരൻ തന്നെ നൽകിയിട്ടുണ്ട്. ഫേസ്ബുക്കിൽ നടിയെ അപമാനിക്കുന്ന രീതിയിൽ പോസ്റ്റ് ഇട്ടു എന്നതാണ് പരാതി. എന്നാൽ ഈ രണ്ടാമത്തെ പരാതിക്കാരന്റെ മൊഴി ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അജു വർഗീസിനെതിരെ കേസെടുത്തിട്ടില്ല. ആദ്യ പരാതിയിൽ എസ് എൻ സ്വാമിക്കെതിരെയുള്ള ആണ് ഇപ്പോൾ FIR ഇട്ടിരിക്കുന്നത്. സാലിം മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക് എത്താം. പുന്നപ്ര വയലാർ സമരസേനാനിയും CPIM സംസ്ഥാന കമ്മിറ്റി അംഗവുമായിരുന്ന PK ചന്ദ്രാനന്ദന്റെ 3ാം ചരമവാർഷിക ദിനാചരണം ഇന്ന് നടക്കും. ഇതിന്റെ ഭാഗമായി PKC അന്ത്യവിശ്രമം കൊള്ളുന്ന വലിയ ചുടുകാട് രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. പുഷ്പാർച്ചനയിൽ ബന്ധുക്കളും മാധ്യമപ്രവർത്തകരും പങ്കെടുത്തു. വൈകിട്ട് നടക്കുന്ന അനുസ്മരണ സമ്മേളനം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യും.